നമ്മുടെ ഗാർഡനിങ്ങിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. ഇത് ഒരു കണിക്കൊന്നയാണ്. പിന്നെ ഇന്നലെ ഞാൻ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേനും ചേട്ടൻ എനിക്ക് കുറച്ച് ടർട്ടിൽ വൈന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഇവിടെ വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ട് സ്ഥലത്തും വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് മരത്തിൻ്റെ അടുത്തും വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മിച്ചമുണ്ട് കേട്ടോ ഇവിടെ. ആ മിച്ചമുള്ളത് നമുക്ക് വേറൊരു സെറ്റപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ടുപോയി നട്ട് വളർത്തണം. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇവിടെ നല്ലതായിട്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ടർട്ടിൽ വൈൻ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മിച്ചം ഇരിക്കുന്നത് നമുക്ക് എവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് സംഭവം. ഈ സംഭവം ഏകദേശം ഒരു 4 വർഷമായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറേയൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് എനിക്ക് ഉണ്ടാക്കി തന്നത്. അപ്പം ഇതിലുള്ള തങ്കീസും ചിരട്ടയും ഒക്കെ ആണെങ്കിലും എല്ലാത്തിനും 4 വർഷത്തെ പഴക്കമാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ അതിനെ എടുത്തിട്ട് ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ബാക്കി ഉണ്ടായിരുന്ന ടർട്ടിൽ വൈന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് ചകിരിയുമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ടർട്ടിൽ വൈൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റായി നല്ലതായിട്ട് വളർന്ന് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഇതിപ്പോൾ മഴയൊന്നും കൊണ്ട് അതില്ലാതാവണ്ടെന്ന് വിചാരിച്ചാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ചെടികളാണ് കേട്ടോ ഉള്ളത്. ഇത് ഞാൻ ചെറിയ ചെറിയ തൈകൾ ഇതേപോലെ നട്ട് കൊടുത്തിട്ട് വളർത്തി എടുത്തിട്ടുള്ളതാണ്. കുറേ നാളുകളായിട്ട് ഞാനിത് ഇവിടെ നട്ട് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പാറുവും പപ്പിയും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ചെടി ഞാൻ ഇവിടെ ചെറിയ ചെറിയ കമ്പുകളായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. പൊടിച്ച് വരുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം എന്തായാലും ഞാനിവിടെ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് എങ്ങനെയായാലും എടുക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ടാറ്റാ.